നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, വെജിറ്റബിൾ സ്റ്റൂ ആണ്. വളരെ എളുപ്പത്തിൽ ഞാൻ ഇവിടെ കുക്കറിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൂടുതലായിട്ട് മസാലകളൊന്നുമില്ല. എരിവിന് വേണ്ടി കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കുക്കറിൽ തന്നെ ചെയ്തുകൊണ്ട് നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം, ഇടിയപ്പം, അതുപോലെ പത്തിരി, ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനൊരു 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട്, ഈ ഒരു വലുപ്പം വരുന്ന കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത്, ഏതാണ്ട് ഒരു വലിയ ഒരു ക്യാരറ്റ് എടുത്ത് അതിൻ്റെ പകുതിയാണ്, ആ പകുതി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചു. ഇത് ഫ്രഷ് പീസാണ്. ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ഏലക്ക, തേങ്ങയുടെ 2ാം പാലാണിത്. ഇതൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. 1ാം പാല് 1/2 കപ്പ്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പം ഞാനിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുക്കറിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ക്യാരറ്റ്, പീസ്, സവാള, പച്ചമുളക്. ഞാനിപ്പോൾ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പിന്നെ കുരുമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എരിവിൻ്റെ അനുസരിച്ചിട്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ നെടുക കീറിയിട്ട് ആണുള്ളത്, അതുകൂടി ചേർക്കാം. ഇഞ്ചി, ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ തന്നെ 3ാം പാൽ എടുക്കാം. 3ാം പാൽ എടുത്തിട്ട് 3ാം പാലിൽ വേവിക്കാം. ഞാൻ സാധാരണ കുറച്ച് വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കാറുള്ളത്. ഇത് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 2 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒന്ന് ചെറുതായി സിമ്മിലിട്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലുള്ള പൊട്ടറ്റോ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മുഴുവൻ വേണ്ട, കുറച്ചൊന്ന്. അപ്പോൾ ഒരു ഇത്തിരി കൂടി കറിക്ക് ഒരു ഇത്തിരി മുഴുപ്പ് കിട്ടും. ഇനി ഇതിലോട്ട് തേങ്ങയുടെ 2ാം പാല് ഒഴിക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല. അതുപോലെ തന്നെ കുരുമുളക് പൊടി. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പം പച്ചമുളകിന് എരിവുണ്ട്. അപ്പം ഞാൻ എടുത്തു വെച്ച് ഫുള്ളായിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിള വരണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള കറിവേപ്പില ഇടാം. ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ 1ാം പാൽ ഒഴിച്ചു, ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണ് ഏതാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കളർ കാണുമ്പോൾ തന്നെ ആ ഒരു വൈറ്റ് കളറിൻ്റെ കൂടെ നമ്മുടെ ഗ്രീൻ പീസും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം കൂടി ചേർന്നിരിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടി തോന്നും. പത്തിരിയുടെ കൂടെയും അതുതന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ചേർക്കുന്ന തേങ്ങാപ്പാലിൻ്റെ അളവാണ്. അതിനനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.